तुम जितने रुपए का खाना खाओगे मैं उतना रुपए देने वाला हूं। അർജുൻ എം പി പാൻ ഇന്ത്യ ലെവൽ ഫേമസ് ആയിട്ടുള്ള മലയാളി യൂട്യൂബർ. വേണമെങ്കിൽ മിസ്റ്റർ ബീസ്റ്റ് ഫ്രം കേരള എന്നും വിളിക്കാം. വെറും ഒരു വർഷം കൊണ്ടാണ് ഏകദേശം 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിൽ കംപ്ലീറ്റ് ചെയ്തത്. അതും കൂടാതെ തന്നെ ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ടോട്ടലി 6 യൂട്യൂബ് ചാനൽസ്. ഇതിന്റെ എല്ലാം ടോട്ടൽ വ്യൂസ് കൂട്ടിയാൽ ഏകദേശം 200 കോടിയിലധികം വ്യൂസ് വരും. ആലോചിച്ച് നോക്കുക, ഒരു മലയാളി യൂട്യൂബറായ അർജുൻ എം പിക്ക് എങ്ങനെയാണ് ഓരോ ഷോർട്സിനും മില്യൺസ് വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച അർജുൻ എം പിയുടെ ചാനൽ റിസർച്ച് ചെയ്യുകയായിരുന്നു. അതിലൂടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഹി വാസ് എ ആബ്സല്യൂട്ട് ജീനിയസ്. കാരണം ഞാൻ ആ 6 ചാനൽസും ഓരോന്നായി നോക്കിയപ്പോൾ ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനിലൂടെയാണ് ആ ചാനലുകൾ ഗ്രോ ചെയ്തെന്നും മനസ്സിലായി. സോ ഞാൻ റിസർച്ച് ചെയ്ത ഇൻഫോർമേഷൻ എല്ലാം ചേർത്ത് നോക്കിയപ്പോൾ ഒരു 4 പാർട്ട് ഇക്വേഷൻ അർജുൻ എം പിയുടെ ചാനലിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിലെ ആദ്യത്തെ ഇക്വേഷൻ ആയിരുന്നു സ്റ്റോറി ടെല്ലിംഗിലേക്ക് വീഡിയോ ഗെയിം. യൂട്യൂബിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെട്രിക് ആണ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ. അതായത് നിങ്ങളുടെ വീഡിയോ ആവറേജ് ആയിട്ട് എത്ര സമയം കണ്ടു. 50% ഇത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണോ ചെയ്യണ്ടേന്ന് തീരുമാനിക്കുക. സോ ഇത് ഇൻക്രീസ് ചെയ്യുക എന്നതാണ് 99% യൂട്യൂബേഴ്സിന്റെയും മെയിൻ ടാസ്ക്. ഇതിനെ മറികടക്കാൻ വേണ്ടി അർജുൻ എം പി ഒരു ജീനിയസ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. അതാണ് സ്റ്റോറി ടെല്ലിംഗിലേക്ക് വീഡിയോ ഗെയിം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മസ്റ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്യേണ്ട സ്കില്ലാണ് സ്റ്റോറി ടെല്ലിംഗ്. ഇതിലൂടെ നിങ്ങൾക്ക് വ്യൂവറിനെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്താൻ കഴിയും. സോ ഈ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് കേരളത്തിലെ പല പോപ്പുലർ ക്രിയേറ്റേഴ്സും വീഡിയോ പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ എം പിയും ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ബിൽഡ് ചെയ്തു. ചാലഞ്ച് സ്റ്റാർട്ട്, ടൈമർ, ഇൻക്രീസ് ഡിഫിക്കൽറ്റി, റിവാർഡ്. ഇത് എക്സാക്ട്ലി ഡിസൈനിലേക്ക് വീഡിയോ ഗെയിം. കാരണം വീഡിയോ ഗെയിംസ് ഒരു അഡിക്റ്റീവ് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഗെയിമിൽ ഗെയിമേഴ്സിനെ ഒരുപാട് നേരം പിടിച്ചിരുത്താൻ കഴിയുന്നു. ആദ്യം ഒരു ഗെയിമിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. ഇവിടെ അർജുന്റെ കാര്യം എടുത്താലും ഹി ഈസ് ഡൂയിങ് ദ സെയിം. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. എക്സാമ്പിൾ ഈ വീഡിയോ നോക്കുക. ആരി മെഷീൻ നെക്കി പൊട്ടിക്കുന്നവർക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാൻ പോകുക. ആര് ഈ മെഷീൻ നെക്കി പൊട്ടിക്കുന്നു അവർക്ക് 10,000 രൂപ. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആകാതെ ചാലഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി സ്റ്റോറി ടെല്ലിംഗിന്റെ അടുത്ത സ്റ്റെപ്പ് ആയിരുന്നു ടൈമർ. അതായത് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു ടൈമർ ഓൺ ആവുന്നതായിരിക്കും. അതായത് ആ ഗെയിമിന്റെ ചാലഞ്ച് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ ഗെയിം തോൽക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ അർജുൻ എം പിയും സെറ്റഡ് എ ടൈമർ ഇൻ ഹിസ് വീഡിയോ. ഈ വീഡിയോ നോക്കുക. 10,000 രൂപ 10 മിനിറ്റ് ചെലവാക്കണം കേട്ടോ. 3 ഐറ്റം മിനിമം എങ്കിലും മേടിക്കണം. 1 മിനിറ്റിൽ ആരി പൈസ എണ്ണി തീർക്കുന്ന അവർക്ക് എടുക്കാം. ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ പറയുന്നുണ്ട് ഇത്രയും മിനിറ്റിനുള്ളിൽ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഇതിലൂടെ തന്നെ ഓഡിയൻസിന് അർജൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഐഡിയ സെലക്ട് ചെയ്യൂ. 10 പിസ്സ കഴിച്ചാൽ 10,000 രൂപ. 10 പിസ്സ 10 മിനിറ്റിനുള്ളിൽ കഴിച്ചാൽ 10,000 രൂപ. ഇതിൽ ഉറപ്പായി രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഏകദേശം പേരും സെലക്ട് ചെയ്തത്. സോ ടൈം ആഡ് ചെയ്യുന്നതിലൂടെ അർജുൻ എം പി ചാലഞ്ച് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി. പക്ഷെ ആലോചിച്ച് നോക്കുക, ഗെയിമിൽ എപ്പോഴും ഒരേ ലെവലുള്ള എനിമീസ് മാത്രം വന്നാൽ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമോ? തീർച്ചയായും ബോറിംഗ് ആയിരിക്കും. കാരണം ഈസി ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് ബോറിംഗ് തോന്നും. സോ ഇവിടെയാണ് അർജുൻ എം പി അടുത്ത സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചത്, ഇൻക്രീസിംഗ് ഡിഫിക്കൽറ്റി. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 60 സെക്കൻഡ് ഈ കുപ്പിയും പിടിച്ചുകൊണ്ട് നിൽക്കണം. നിങ്ങൾക്ക് ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈസി പോലെ തോന്നിക്കാണും. ഇനിയാണ് ഡിഫിക്കൽറ്റി വരുന്നത്. ഓരോ 10 സെക്കൻഡിലും 1000 കോയിൻസ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. ഇതിലൂടെ തന്നെ ഓരോ സെക്കൻഡ് കഴിയും തോറും ഈ ചാലഞ്ച് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടേയിരിക്കും. കാണുന്നവർക്കും ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഒരു പ്രഷർ ഉള്ളിലുണ്ടാവുന്നു. സോ ഇനി അടുത്ത അവസാനത്തെ സ്റ്റെപ്പ് ആയിരുന്നു റിവാർഡ്. അതായത് അവസാനം നമ്മൾ ഗെയിം കളിച്ചു കഴിയുമ്പോൾ നമ്മൾ തോറ്റാലും ജയിച്ചാലും നമുക്ക് കുറച്ച് റിവാർഡ്സ് കിട്ടും. സോ ഈ സെയിം സ്റ്റെപ്പ് തന്നെയായിരുന്നു അർജുൻ എം പിയും യൂസ് ചെയ്തത്. അർജുൻ എം പിയുടെ 99% വീഡിയോസ് എടുത്ത് നോക്കിയാലും വീഡിയോയുടെ അവസാനം ആ ചാലഞ്ച് ചെയ്ത ആൾക്കാർക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ ഈ വീഡിയോ നോക്കുക, മണി കൗണ്ടിങ് ചാലഞ്ച്. ഈ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ 1 മിനിറ്റിനുള്ളിൽ ആ പൈസ കറക്റ്റ് ആയിട്ട് എണ്ണി തീർക്കണം. പക്ഷേ 1 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ ചേട്ടന് ഇതിനെ തീർക്കാൻ കഴിയുന്നില്ല. പക്ഷെ അർജുൻ അവിടെ കുറച്ച് സമയം കൂടുതൽ കൊടുക്കുന്നു. എന്നിട്ട് ആ ചാലഞ്ച് തോറ്റിട്ടും ആ റിവാർഡ് കൊടുക്കുകയും ചെയ്തു. സോ ഇതിലൂടെ തന്നെ ഒരു ഹാപ്പി എൻഡിങ്ങും കൊണ്ടുവന്നു. അതായത് അർജുൻ എം പിയുടെ ഓരോ വീഡിയോ കണ്ടിറങ്ങുമ്പോഴും ഒരു വീഡിയോ ഗെയിം കളിച്ച് ജയിച്ചിറങ്ങുന്ന ഫീൽ തന്റെ ഓഡിയൻസിന് കൊടുക്കുന്നു. സോ ഇതായിരുന്നു അർജുൻ എം പിയുടെ സീക്രട്ട് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. ഇതിലൂടെ തന്നെ അർജുൻ എം പി ഷോർട്ട് ഫോം കോണ്ടന്റ്സിൽ നല്ല വ്യൂസ് കൊണ്ടുവരുന്ന ആർട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലോങ് ഫോം കോണ്ടന്റ്സിലും വ്യൂസ് കൊണ്ടുവരിക എന്നത് ഇറ്റ് ഈസ് നെവർ ഈസി. അതുകൊണ്ട് അർജുൻ എം പി അടുത്ത ജീനിയസ് സ്ട്രാറ്റജി കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കോണ്ടന്റ് റീപർപ്പസിംഗ്. അതായത് നിങ്ങൾ അർജുന്റെ പല വീഡിയോസ് എടുത്ത് നോക്കിയാലും ആ വീഡിയോയുടെ ഇൻട്രസ്റ്റിംഗ് മൂവ്മെന്റ് എത്തുമ്പോൾ വീഡിയോ നിർത്തിയിട്ട് പറയും കണ്ടിട്ട് വന്നവൻ കഴിച്ച് ഫുള്ളും മത്തടിച്ച് അവൻ
എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി കയറ്റി വേണം. അതിന്റെ പൊക്കത്താണ് അവന്റെ കണ്ണീന്ന് കണ്ണുനീരും വരുന്നവൻ ലാസ്റ്റ് പീസ് കൈ വിറച്ചുകൊണ്ടാണ് അവൻ കഴിച്ചത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫുൾ 5000 രൂപ ചെലവായി കാണുക ഫുൾ വീഡിയോ ചാനലിനകത്ത്. ഫുൾ വീഡിയോ വേണമെങ്കിൽ ചാനലിൽ പോയി കാണുക. ഫുൾ വീഡിയോ ചാനലിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളിൽ പലരും ഈ ഷോർട്ട് ഫോം വീഡിയോസ് കണ്ടിട്ട് ഫുൾ വീഡിയോ കാണാൻ പോകും. സോ അതുകൊണ്ട് തന്നെ അർജുൻ എംപി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലോങ് ഫോം കോണ്ടന്റ്സ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇൻട്രസ്റ്റിംഗ് മൂമെന്റ്സ് കട്ട് ചെയ്ത് ഷോർട്ട് ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിലൂടെ ഷോർട്സിൽ മില്യൺസ് വ്യൂസ് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിൽ കുറച്ചു ശതമാനം പേര് ലോങ് ഫോം വീഡിയോസ് കാണാൻ വരികയും ചെയ്യും. അതിലൂടെ തന്നെ ലോങ് ഫോമിൽ നല്ല രീതിയിൽ വ്യൂസ് കൂട്ടാനും കഴിയുന്നു. പക്ഷെ വേറൊരു പ്രശ്നമായിരുന്നു, അർജുൻ എംപി കൂടുതൽ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസ് ആണ്. അതിൽ ഏകദേശം എല്ലാ വീഡിയോസിന്റെയും റിവാർഡ് 10,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ അർജുൻ എംപിക്ക് നല്ലൊരു എമൗണ്ട് ഓരോ ഷോർട്സിനും ചെലവാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൊണ്ട് അതിലൂടെ ലാഭം കിട്ടുമെന്നായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഷോർട്സിന് യൂട്യൂബിലെ ലോങ് ഫോം വീഡിയോസിൽ കമ്പയർ ചെയ്യുമ്പോൾ നല്ല റവന്യൂ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പല വീഡിയോസിലും അർജുൻ എംപിക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിഡിലൻ സ്ട്രാറ്റജി അർജുൻ എംപി കൊണ്ടുവന്നു, ഡബിംഗ് ഇൻ ടു അതർ ലാംഗ്വേജസ്. നിങ്ങൾ അർജുൻ എംപി എന്ന് സെർച്ച് ചെയ്താൽ ഏകദേശം 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ കാണാൻ കഴിയും. ഇതിലെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാലും മലയാളം വീഡിയോസിന്റെ എക്സാക്ട് ഡബ് വെർഷൻ ആയിരിക്കും. मेरा भाई कनाडा गया पढ़ने के लिए घटिया फोन के साथ. ഇതിലൂടെ മലയാളത്തിനേക്കാൾ വ്യൂസ് ഇവിടെ നിന്ന് കിട്ടുന്നു. കാരണം നമ്മൾ മലയാളികൾ ഏകദേശം 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര നല്ല കോണ്ടന്റ് ചെയ്താലും ഒരു ലിമിറ്റഡ് നമ്പർ വ്യൂസ് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഹിന്ദി അങ്ങനെയല്ല. ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന ഏകദേശം 60 കോടിയിലധികം ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് നമ്പർ ഓഫ് വ്യൂവറിനെ തന്റെ ഹിന്ദി ഡബ് ചാനൽ കൊണ്ടുവരുന്നു. ഇതിലൂടെ തന്നെ ഓരോ വീഡിയോസിനും ചെലവാക്കിയ പൈസ തിരിച്ചു പിടിക്കുന്നു. मेरा भाई का बर्थडे है आज, मैं उसको एक डुकाटी बाइक के साथ सरप्राइज करने वाला हूं. ഈ ഹിന്ദി കേട്ടിട്ട് ഇടയ്ക്ക് സംശയം തന്നെ തോന്നി, അർജുൻ സത്യത്തിൽ ബംഗാളി വല്ലതും തന്നെയാണോ എന്ന്. പക്ഷെ വീണ്ടും അർജുൻ എംപി ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നു. എത്രയൊക്കെ ചാനൽസ് ഉണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അർജുൻ എംപി ചെലവാക്കുന്ന പൈസയെല്ലാം യൂട്യൂബ് റവന്യൂയിലൂടെ ഈക്വലായി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുൻ എംപി സ്പോൺസേഴ്സിനെ എടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ സ്പോൺസേർഡ് വീഡിയോ ആണെങ്കിൽ പൊതുവെ വീഡിയോസിന് നല്ല രീതിയിൽ വ്യൂസ് കുറവായിരിക്കും. പക്ഷെ അർജുൻ എംപി ഇവിടെ ഒരു ബ്രില്യൻ സ്ട്രാറ്റജി എടുത്തു. അതായത് വീഡിയോ സ്പോൺസേർഡ് ആണെന്ന് പോലും പറയാത്ത രീതിയിൽ വീഡിയോ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ നോക്കുക. ഇതിപ്പോ എനിക്ക് എറർ വരുവാണെങ്കിൽ ഞാൻ 10,000 രൂപ തരാം കേട്ടോ. അല്ലെങ്കിൽ 63ന്റെ പൊക്കത്ത് വന്നു കഴിഞ്ഞാൽ 1000 രൂപ വരും. സ്റ്റാർട്ട്. ഓ 31, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് രണ്ടാമത് ആളെ കിട്ടിയിരിക്കുകയാണ് ഈ വീഡിയോക്ക് വേണ്ടി. വണ്ടി 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 ടെൻഷൻ അടിക്കുന്നത് എല്ലാം കവേർഡ് ആണ്. ആ കവട എങ്ങനെ? നാളെ ഒരിക്കലും എനിക്ക് വല്ലതും പറ്റിയാൽ തന്നെ എന്റെ ഫാമിലി ഫൈനാൻഷ്യലി സെക്യൂർ ആണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ എന്ത് വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. നീ ഇത് ഒരാഴ്ച ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഗോ, ഇതൊരു പ്യൂറസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ് നിങ്ങളുടെ ഫാമിലിക്ക്. അതായത് ഈ വീഡിയോയിലെല്ലാം പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിലൂടെ ചാലഞ്ചസ് നടക്കുന്നുണ്ട്, ഇതിന്റെ ഇടയിലൂടെ തന്നെ സ്പോൺസർഷിപ്പ് നടക്കുന്നുണ്ട്. അതായത് സ്പോൺസർഷിപ്പിനെ ഒരു ഫണ്ണായിട്ടുള്ള എന്റർടൈനിങ് രീതിയിൽ അർജുൻ എംപി പ്രസന്റ് ചെയ്തു. അതും കൂടാതെ തന്നെ ഓഡിയൻസിന് പൊതുവെ സ്പോൺസേർഡ് വീഡിയോ ഇഷ്ടമല്ലെങ്കിലും അർജുൻ എംപിയുടെ ഈ ഫണ്ണായിട്ടുള്ള പ്രസന്റേഷൻ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് ഈ കമന്റ് ബോക്സിലെ പോസിറ്റീവ് കമന്റ് കണ്ടാലും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ചെറിയ കയറ് കിട്ടുകയാണെങ്കിൽ തന്നെ അതിൽ തൂങ്ങിപ്പിടിച്ച് കയറി രക്ഷപ്പെട്ടോളണം. അതിന്റെ എക്സാക്ട് എക്സാമ്പിൾ ആണ് ഈ സ്ട്രാറ്റജി, റിപ്പീറ്റിംഗ് ദ സക്സസ് ഫോർമുല അഗെയിൻ ആൻഡ് അഗെയിൻ. ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മിസ്റ്റർ ബീസ്റ്റ് പോലത്തെ വലിയ പോപ്പുലർ ക്രിയേറ്റേഴ്സ് വരെ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. അർജുൻ എംപിയുടെ ചാനൽ നോക്കിയാൽ വൺ ഓഫ് ദി മോസ്റ്റ് പെർഫോംഡ് വീഡിയോസ് ആയിരുന്നു ഇത്. ഫുൾ മെനു KFC കഴിച്ചാൽ 10,000 രൂപ. ഇത് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഈ സെയിം പാറ്റേണിലുള്ള വീഡിയോ കാണിച്ചു തരാം. ഫുൾ മക്ഡൊണാൾഡ്സ് മെനു കഴിച്ചാൽ 10,000 രൂപ. അത് കഴിഞ്ഞ് അതിന് നെക്സ്റ്റ് മന്തായിട്ട് സെയിം ഐഡിയയിൽ വരുന്ന അടുത്ത വീഡിയോ റിലീസ് ചെയ്തു. സ്റ്റാർബക്സിൽ ഫുൾ മെനു കഴിച്ചാൽ 10,000 രൂപ. ഇതിവിടെ തീർന്നിട്ടില്ല. ഓരോ വട്ടവും ഈ സെയിം ഐഡിയ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട്. സോ ഇതിനാണ് റിപ്പീറ്റിംഗ് സക്സസ് ഫോർമുല എന്ന് പറയുന്നത്. നിങ്ങളുടെ ചാനൽ ഒരു വീഡിയോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഐഡിയ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഈ സെയിം സ്ട്രാറ്റജി ഞാൻ മിസ്റ്റർ ബീസിലെ ചാനൽ കാണിച്ചു തരാം. $1 വേഴ്സസ് $500,000 പ്ലെയിൻ ടിക്കറ്റ്, $1 വേഴ്സസ് 100 മില്യൺ യാറ്റ്സ്, $1 വേഴ്സസ് $10 മില്യൺ കാർ, $1 വേഴ്സസ് $1 മില്യൺ ഹോട്ടൽ റൂം. മിസ്റ്റർ ബീസ്റ്റിന് ഓരോ പ്രാവശ്യവും ഈ ഫോർമാറ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ സെയിം ഫോർമാറ്റ് ചെയ്തത് കാണാൻ കഴിയും. സോ ഇനി അടുത്ത് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിൽ നിനക്കും ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കൂടെ എന്ന്. ഞാൻ എന്റെ ചാനലിൽ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ വീഡിയോ നോക്കുക. ഹിയർ ഈസ് വൈ ഫിറോസ് ഈസ് എ ജീനിയസ്, ഹൗ ഹി ഗ്രൂ ഹിസ് യൂട്യൂബ് ചാനൽ. ഇതെന്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ ഫോർമാറ്റ് എന്നത് പോപ്പുലർ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന്റെ ചാനൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഞാൻ അടുത്ത് ഈ ഫോർമാറ്റ് കൊണ്ട് അർജുനെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കി.
ഉണ്ടാക്കി. അതിനുശേഷം മിസ്റ്റർ ബീസ്, ഐഷോ സ്പീഡ്, കോൾമി ഷസാം, പിന്നെ ഇവിടെ അർജുൻ MP. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനും ഈ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തത്. എനിക്ക് അതിലൂടെ തന്നെ നല്ല റിസൾട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ കമന്റ് ബോക്സിൽ ആർക്കിടെക്ട് വൈറ്റ് എന്ന് 50 കമന്റ്സ് വരികയാണെങ്കിൽ നമ്മൾ അർജുൻ MPയുടെ ചാനൽ ബ്ലൂ പ്രിന്റ് ഫ്രീ ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത് മലയാളത്തിലെ റോസ്റ്റിംഗ് കിങ് ആയ അർജുന്റെ ചാനൽ മലയാളത്തിലെ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചാനലാണ്. സോ അർജുന്റെ ജീനസ് സ്ട്രാറ്റജി അറിയണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം.